മനുഷ്യൻ ജനിച്ച നാൾ മുതൽ തന്നെ അവനെ പിന്തുടരുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ ആരാണ്? ശരീരം മാത്രമാണോ ഞാൻ, അല്ലെങ്കിൽ ഈ ശരീരത്തിനുള്ളിൽ വേറൊരു അദൃശ്യ ശക്തിയുണ്ടോ? മനുഷ്യർ മരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ശരീരത്തിൻ്റെ അവസാനമാണ്. ശ്വാസം നിൽക്കും, ഹൃദയം നിൽക്കും, ശരീരം തണുക്കും. പക്ഷേ ഒരു കാര്യം നമ്മളെ എന്നും ചിന്തിപ്പിക്കുന്നു: ജീവിച്ചിരുന്ന ആ വ്യക്തി എവിടെ പോയി? ഒരു നിമിഷം മുൻപ് സംസാരിച്ചും ചിരിച്ചും സ്വപ്നം കണ്ടും ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് നിശ്ചലമായി ശരീരഭാരമായി മാറുന്നു. ശരീരത്തിലെ ഓരോ ഭാഗവും അവിടെയുണ്ട്: ഹൃദയം, കണ്ണുകൾ, മസ്തിഷ്കം, എല്ലാം തന്നെ. പക്ഷേ ജീവൻ എന്നൊരു കാര്യം ഇല്ലാതായിരിക്കുന്നു. അതാണ് മനുഷ്യനെ ആത്മാവിൻ്റെ ആശയത്തിലേക്ക് നയിച്ചത്. ലോകത്തിലെ എല്ലാ പുരാതന സംസ്കാരങ്ങളും ആത്മാവിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. മനുഷ്യൻ വെറും മാംസവും രക്തവും കൊണ്ടുള്ള യന്ത്രമല്ലെന്ന് അവർ വിശ്വസിച്ചു. ശരീരം ഒരു വാഹനമാണെന്നും അതിനുള്ളിൽ ഒരു യാത്രക്കാരനുണ്ടെന്നും അവർ കരുതി. ഗ്രീക്ക് തത്വചിന്തകൾ പ്ലേറ്റോ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം ആത്മാവാണെന്നും ശരീരം അവൻ്റെ താൽക്കാലിക വാസസ്ഥലമാണെന്നും പറഞ്ഞു. ശരീരം നശിച്ചാലും ആത്മാവ് തുടരുന്നു എന്ന ആശയം മനുഷ്യചിന്തയിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. അത് പുതിയതായിട്ട് കണ്ടുപിടിച്ച അല്ലെങ്കിൽ പുതിയതായിട്ട് മനുഷ്യൻ്റെ ചിന്തയിൽ ഉണ്ടായിട്ടുള്ള ഒന്നല്ല. മനുഷ്യനുണ്ടായ കാലം മുതൽ ഈ ചിന്താകുല അല്ലെങ്കിൽ ഈ ചിന്ത ആശയം എന്നും മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു കാണാൻ സാധിക്കും. പക്ഷേ ശാസ്ത്രം ഈ വിഷയത്തെ വേറൊരു രീതിയിലാണ് കാണുന്നത്. ആധുനിക ന്യൂറോ സയൻസ് പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ അനുഭവങ്ങളും ബ്രെയിൻ എന്ന അവയവത്തിൽ പ്രവർത്തന ഫലമാണ് എന്നാണ്. സന്തോഷം, ദുഃഖം, ഓർമ്മകൾ, സ്വപ്നങ്ങൾ, ഭയം, സ്നേഹം എല്ലാം ന്യൂറോൺസ് തമ്മിലുള്ള വൈദ്യുത തിരികളുടെ ഫലമത്രേ എന്നാണ് പറയുന്നത്. ബ്രെയിൻ നിർത്തിയാൽ ബോധം അവസാനിക്കും എന്നാണ് ശാസ്ത്രത്തിൻ്റെ വിശദീകരണം. എന്നാൽ ഇവിടെ ഒരു വലിയ രഹസ്യം നിലനിൽക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ആശുപത്രികളിലെ മരണം പ്രഖ്യാപിക്കപ്പെട്ട ചില ആളുകൾ പിന്നീട് ജീവൻ തിരികെ ലഭിച്ചപ്പോൾ അവർ പറഞ്ഞ അനുഭവങ്ങൾ ശാസ്ത്രത്തെയും അത്ഭുതപ്പെടുത്തുകയായിരുന്നു. അവർ പറയുന്നത് തങ്ങൾ സ്വന്തം ശരീരത്തിന് പുറത്തുനിന്ന് കണ്ടുവെന്നും, ചിലർ വെളിച്ചം നിറഞ്ഞ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചതായും, ചിലർ അത്യന്തം സമാധാനവും ഭയമില്ലായ്മ അനുഭവിച്ചതായും പറയുന്നു. ഈ അനുഭവങ്ങളെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് വിളിക്കുന്നത്. ബ്രെയിൻ അവസാന നിമിഷങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഭ്രമമോ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് വേർപെട്ട ബോധത്തിൻ്റെ അനുഭവമോ ഇതിന് എന്നും വ്യക്തമായ ഉത്തരമില്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ രഹസ്യം കോൺഷ്യസ്നസ് ആണ്, അതായത് ബോധമാണ്. ബ്രെയിൻ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അനുഭവം എങ്ങനെയുണ്ടായി എന്ന് ശാസ്ത്രത്തിന് ഇന്നും പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഒരു കമ്പ്യൂട്ടർ വിവരങ്ങൾ തിരിച്ചറിയാം, പക്ഷേ അത് സന്തോഷം അനുഭവിക്കുന്നില്ല. മനുഷ്യൻ മാത്രം അനുഭവിക്കുന്നു. ഞാൻ ഉണ്ടെന്ന് അറിയുന്ന ആ ബോധം എവിടെ നിന്നാണ് വരുന്നതെന്നത് ആത്മാവിൻ്റെ ചർച്ച വീണ്ടും ഉയർന്നതായിട്ട് കാണാൻ സാധിക്കും. ക്വാണ്ടം ഫിസിക്സ് പഠനങ്ങൾ ചില ശാസ്ത്രജ്ഞർ പറയുന്നു യൂണിവേഴ്സ് മുഴുവൻ എനർജിയാണെന്നാണ്. എനർജി നശിക്കില്ല, രൂപം മാത്രം മാറും. മനുഷ്യൻ്റെ ബോധവും ഒരു എനർജി രൂപമാണെങ്കിൽ അത് മനുഷ്യൻ്റെ മരണത്തിന് ശേഷം മറ്റൊരു നിലയിൽ തുടരാമോ എന്ന ചോദ്യവും ഇന്ന് ചില ഗവേഷകർ ഉയർത്തുന്നുണ്ട്. ഇത് തെളിയിക്കപ്പെട്ട സിദ്ധാന്തമല്ല, പക്ഷേ മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇത് പുതിയ വാതിലുകൾ തുറക്കുന്നു. മതങ്ങളും ആത്മീയ പാരമ്പര്യങ്ങളും ആത്മാവ് വ്യത്യസ്തമായി വിശദീകരിക്കുന്നു. ചിലർ ആത്മാവ് വീണ്ടും ജനിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, ചിലർ അത് ദൈവത്തിലേക്ക് മടങ്ങുമെന്നും കരുതുന്നു. ചില തത്വചിന്തകളിൽ സ്ഥിരമായ ആത്മാവ് ഇല്ലെന്നും പക്ഷേ ബോധത്തിൻ്റെ തുടർച്ച ഉണ്ടെന്നും പറയുന്നു. വ്യത്യസ്ത ഉത്തരങ്ങൾ ഉണ്ടായാലും ഒരേ ചോദ്യം തന്നെയാണ് എല്ലായിടത്തും: മനുഷ്യൻ ശരീരത്തേക്കാൾ വലിയ ഒന്നാണോ എന്നുള്ളതാണ്. അതായത് മനുഷ്യനും അല്ലെങ്കിൽ അവൻ്റെ ശരീരവും തമ്മിൽ രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മാവല്ല മനുഷ്യൻ, മനുഷ്യനല്ല ആത്മാവെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ചോദ്യം ഇത് തന്നെയാണ്: മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തേക്കാൾ വലിയ ഒന്നാണോ എന്നുള്ളതാണ്. ധ്യാനം ചെയ്യുന്ന പലർക്കും ശരീരബോധം ഇല്ലാതാകുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. ചിന്തകൾ ശാന്തമാകുമ്പോൾ ഞാൻ എന്ന ബോധം ശരീരത്തോട് ബന്ധമില്ലാത്തതുപോലെ തോന്നും. ഇത് ബ്രെയിൻ കെമിസ്ട്രിയുടെ ഫലമോ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലമോ എന്നത് വ്യക്തമായിട്ടില്ല, ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ അനുഭവങ്ങൾ മനുഷ്യനെ ആത്മാവിൻ്റെ സാധ്യതയെക്കുറിച്ച് വീണ്ടും ചിന്തിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലഘട്ടത്തിലും മറ്റൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. മനുഷ്യനെ പോലെ സംസാരിക്കുകയും പഠിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന യന്ത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അവയ്ക്ക് ആത്മാവ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആത്മാവ് എന്നത് മനുഷ്യനിൽ ഉള്ള മാത്രം പ്രത്യേകതയാണോ? ഒരു യന്ത്രത്തിന് അറിവുണ്ടാകാം, പക്ഷേ അത് ജീവിതം
അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ ആത്മാവിൻ്റെ ആശയത്തെ വീണ്ടും ശക്തമാക്കുന്നുണ്ട്. അവസാനം നമ്മൾ എത്തുന്നത് ഒരേ സ്ഥലത്താണ്. ആത്മാവ് തെളിയിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ അത് നിഷേധിക്കാനും കഴിയുന്നില്ല. മനുഷ്യൻ്റെ ഉള്ളിലെ ബോധം, സ്വയം തിരിച്ചറിയുന്നതിനുള്ള ശേഷി, മരണത്തെക്കുറിച്ചുള്ള ഭയം, അനന്തതയെക്കുറിച്ചുള്ള ചിന്ത, ഇവയെല്ലാം നമ്മൾ ഒരു വലിയ രഹസ്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ശരീരം ഭൂമിയിൽ നിന്നാണ് വന്നത്, പക്ഷേ മനുഷ്യൻ്റെ ചോദ്യങ്ങൾ ബ്രഹ്മാണ്ടത്തിലേക്കാണ് പോകുന്നത്. മനുഷ്യന് ശേഷം എന്താണ്, അല്ലെങ്കിൽ മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉറച്ച ഒരു ഉത്തരമില്ല. എന്നാൽ ഒരു സത്യം മാത്രം വ്യക്തമാണ്: മനുഷ്യൻ വെറും ജീവിച്ചിരിക്കുന്ന ശരീരം മാത്രമല്ല, അവൻ തൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ഏകജീവി കൂടെയാണ്. അതിനാൽ ആത്മാവ് യാഥാർത്ഥ്യമാണോ എന്ന ചോദ്യം ഇന്നും തുറന്നിരിക്കുന്നു. ഒരുപക്ഷെ ശാസ്ത്രവും ആത്മീയതയും ഒരിക്കൽ ഒരേ ഉത്തരത്തിലേക്ക് എത്തും. അതുവരെ മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കും. കാരണം ആത്മാവിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ ചോദിക്കുന്ന ഈ ചോദ്യമാണ്: ഞാൻ ആരാണ്? ഹൂ ആം ഐ?